ടു സ്കൂൾ ഷോപ്പിംഗ് വേണ്ടിയിട്ട് വന്നതാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കാം. ഗൈസ്, അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മൺഡേ ഈവനിങ് ആണ് ഞാൻ ബാക്കി അതിൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാം ഒന്നും കിട്ടിയില്ല. ഈവൻ മെയിൻ ആയിട്ടുള്ള എനിക്ക് വേണ്ട പേന പോലും കിട്ടിയിട്ടില്ല. സോ കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ മേടിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ബ്ലൂയിങ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പേന കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പേനയ്ക്ക് കുറേ ഉണ്ടായിരുന്നു, പല ബ്രാൻഡിൻ്റെയും പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ചൂസ് ചെയ്യണം. എനിക്ക് നല്ല സ്മൂത്തായിട്ടുള്ള, ഒരുപാട് ഡാർക്ക് ഇല്ലാത്ത, ലൈറ്റ് ഇല്ലാത്ത, അതിൻ്റെ ഉള്ളിൽ എനിക്ക് മൈൻഡിലുള്ളേക്കൂട്ടൊരു പേന കിട്ടണം. അതാണ് എനിക്കുള്ള ഒരൊറ്റ കണ്ടീഷൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കവറിലുള്ള സാധനങ്ങളാണ് നമ്മുടെ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ. ഈ ഒരു കവറിലുള്ളതാണ്. സ്റ്റാർട്ടിങ് വിത്ത് ഒരു വാട്ടർ ബോട്ടിൽ. ഈ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഉള്ളിൽ പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ കളറ് ഭയങ്കര ക്യൂട്ട്. ഇത് ക്യൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂട്ടാണ് അല്ല എന്ന് പറയും. എസ്തെറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അതും ആണ് അല്ല. ഒന്ന് മാച്ച് വന്നിട്ട് കണ്ടോ. സോ ഇനി അടുത്തായിട്ട് ഞാനൊരു ഫയൽ മേടിച്ചിട്ട്, ഈ ഒരു പിങ്ക് ഫയലായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ക്യൂട്ട് ഈസ്തറ്റിക് ഒക്കെ ആയിട്ടുള്ളൊരു ഫയലാണ്, നോർമൽ ഫയലാണ്. ആൻഡ് ഓൾസോ ഇത് അവിടെ ഇങ്ങനെ യെല്ലോ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പിങ്ക് നോക്കിയിട്ട് എടുത്തു. പിങ്കാണ് എനിക്കിഷ്ടം. സ്റ്റിക്കേഴ്സ് ഒക്കെ, കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് കിട്ടിച്ചൂടെ. ഇനി അടുത്തായിട്ട് ഞാൻ സത്യത്തിൽ ആ ഫയലിൻ്റെ ഉള്ളിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒന്ന് സ്റ്റോപ്പ് ഇട്ടുണ്ടായിരുന്നത്. ഷിൻചാൻ്റെ നെയിം സ്ലിപ്പർ. ഞാൻ അങ്ങനെ ചാനലൊന്നും പാടില്ല, പക്ഷെ ഞാൻ ഷിൻചാൻ്റെ ഒരു വലിയ ഫാനാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇത്തവണ ഷിൻചാൻ്റെ നെയിം സ്ലിപ്പ് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഓൾറെഡി അവിടെ എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് വേറെ ഒരെണ്ണം കൂടെ തപ്പിയിട്ട് നിഹയ്ക്ക് കൊടുത്ത. നിഹയും ഷിൻചാൻ്റെ വലിയൊരു ഫാനാണ്. സോ എൻ്റെ കയ്യിൽ ഈ ഒരു സെയിം നെയിം സ്ലിപ്പ് തന്നെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷിൻചാൻ്റെ സാധനം എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒറ്റ സ്ലിപ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ആകെ 2 സ്ലിപ്പ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ഷിൻചാൻ്റെ നെയിം സ്ലിപ്പ്. സോ ഗൈസ്, ഇനി ഞാൻ എപ്പോഴും യൂഷ്വലി മേടിക്കുന്ന ഒരു സാധനമാണ് സ്കെയില്. ഇത് നന്ദരാജിൻ്റെ ഒരു സ്കെയിലാണ്, 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇത് സത്യത്തിൽ ബാക്ക് ടു സ്കൂൾ അല്ല, എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പം കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡോംസിൻ്റെ ഒരെണ്ണമായിരുന്നു. അപ്പം അത് തീർന്നു. അപ്പം ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു, ഇത്. സോ അടുത്തായിട്ട് ഞാനൊരു ഹൈലൈറ്റർ ആണ് എടുത്തിട്ടുള്ളത്.
അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പേസ്റ്റൽ ഹൈലൈറ്റർ ഉണ്ടായിരുന്നു. അതൊരൊറ്റ സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് ഞാനൊരു പേസ്റ്റൽ ഹൈലൈറ്റർ എടുത്തു. ഒരു ഗ്രീൻ കളറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നല്ല കളറായിരുന്നു. മതി. കുറേ മെച്ചമാണ് സാധനം. ഇത് അപ്സരയുടെ പ്രൊഡക്റ്റാണ്. ഇത് മറ്റേ ഇറേസറും ഷാർപ്പനറും. സത്യത്തിൽ എൻ്റെ കയ്യിലുള്ള ഇറേസർ ഒന്നെങ്കിൽ ഇറേസർ കാണാതെ പോവും, എൻ്റെ ഇറേസർ കിട്ടുമ്പോൾ ഷാർപ്പനർ കാണാതെ പോവും. സോ അതുകൊണ്ട് ഞാൻ ഇത്തവണ ബുദ്ധിപൂർവ്വം ടൈഡി അപ്പിൻ്റെ ഈ ഒരു ഷാർപ്പനർ ആൻഡ് ഇറേസറിൻ്റെ ഒരു കോംബോ സെറ്റ് ഉണ്ട് ഇതേപോലത്തെ. ഇതാണ് മേടിച്ചത്. അവിടുന്ന് മെയിൻ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇറേസർ ഭയങ്കരമായിട്ട് ഡസ്റ്റൊക്കെ ആവും. അതിലേക്ക് ഈ പെൻസിലിൻ്റെ നിബൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കളേർഡായി പോവും. പിന്നെ പേന അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അതുകൊണ്ട് ഇതിനാണെങ്കിൽ ക്യാപ്പും ഉണ്ട്. സോ ഈ ഒരു സാധനം ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ായിട്ട് ഒരു പോക്കറ്റ് നോട്ട്ബുക്കാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഹോംവർക്ക്സ് അങ്ങനത്തെ എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ ഒരു കുഞ്ഞിത് സോ ഇത് ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. മിനിറ്റ് സോ ഇതിപ്പോൾ ഞാൻ അൺബോക്സ് അതായത് പൊട്ടിക്കുന്നില്ല, കാരണം അങ്ങനെ കളേഴ്സ് ഒക്കെ ആവും എൻ്റെ കയ്യിൽ. അതുകൊണ്ട് എന്താണല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിക്കുന്നില്ല. ലാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ ഇങ്ക് കിട്ടിയില്ലെന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ ബ്ലൂ ഇങ്ക്. സോ ഇനി അടുത്തായിട്ട് ഞാൻ ഒരു പെന്നാണ്. ഞാൻ ഇത്തവണ ബ്ലൂ ഇങ്ക് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കവിടുന്ന് ബ്ലൂ ഇങ്ക് കിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചൊരെണ്ണം കിട്ടില്ല. പിന്നെ എനിക്ക് ബ്ലാക്ക് ജെല്ലിങ് പെൻ എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലെയറിൻ്റെ ഒരു ബ്ലാക്ക് ജെല്ലിങ് പെൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര സ്മൂത്താണ്. ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഭയങ്കര സ്മൂത്താണ്. ഗൈസ്, ബുക്സ് എന്തിയെ, പൊതി എന്തിയെ അങ്ങനത്തെ ഒന്നും ചോദിക്കണ്ട. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറേ പൊതിയുണ്ട്, കുറേ ബുക്ക് റാപ്പ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ബുക്സ് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അല്ലാതെ മേടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പൊതിയണം, അതാണ് വലിയ കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളൂ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ്, ക്രാഫ്റ്റോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമൻസിൽ പറയാം. സോ ഗൈസ്, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. യു ആർ വാച്ചിങ് പെരൽസ് ബൈ നോറ, ആൻഡ് ദിസ് ഇസ് മീ, നോറ ആന്റണി, സൈനിങ് ഓഫ്.